കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 150 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രഭാതപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ, ഹാഹളനാദത്തോട് അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന സന്ദേശം. ഇപ്പോൾ 4 ദിവസം ഞങ്ങൾ അമലയിലായിരുന്നു. ഞങ്ങൾ തപ്പുകൊട്ടി നൃത്തമാടിയൊക്കെ കർത്താവിനെ സ്തുതിച്ചു. ധ്യാനകേന്ദ്രത്തിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തപ്പുകൊട്ടി നൃത്തമാടി എല്ലാം കർത്താവിനെ സ്തുതിക്കാം. അന്നേരമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്, പൂർണ്ണത പ്രാപിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന മക്കളായി മാറുന്നത്. കാരണം അവിടുത്തെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തപ്പുകൊട്ടിയും കിന്നരം വീട്ടിയും കർത്താവിനെ സ്തുതിക്കണം, നൃത്തമാടി കർത്താവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് ചെയ്യുന്ന ശക്തമായ പ്രവൃത്തികളെ പ്രതി നമ്മൾ അവിടുത്തെ സ്തുതിക്കണം. നമ്മൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന നന്മകൾ ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നൃത്തം ചെയ്യാതിരിക്കാൻ പറ്റുമോ? തപ്പ് കൊട്ടാതിരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, അനുദിനവും കർത്താവ് നമുക്ക് ചെയ്യുന്ന കൃപകളും കൃപകളും ഓർത്ത് നന്ദി ചൊല്ലാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നന്ദിയോട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കൃപയോട് സ്തുതിക്കാം, ആത്മാവിൻ്റെ നിറവോട് സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പരിശുദ്ധരും വിശുദ്ധരുമായി ദൈവത്തിന് ചേർന്ന മക്കളായി നമുക്ക് ജീവിക്കാം. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കൈത്താളം കൊട്ടി, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അമല ധ്യാനകേന്ദ്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഏതാണ്ട് ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഇട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, കേൾക്കുക. നിങ്ങൾ ദൈവവചനം ആദരിക്കുന്നവരായി, ബഹുമാനിക്കുന്നവരായി, സ്വീകരിക്കുന്നവരുമായി ഉള്ളവർ, അങ്ങനെയുള്ളവരെല്ലാം കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കാനായി കടന്നു വരിക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് നമ്മൾ ലജ്ജിക്കരുത്. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? തല ഉയർത്തി നിന്നും മറ്റൊരാൾ നൃത്തം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ എനിക്ക് നൃത്തം ചെയ്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കണം എന്ന ബോധ്യത്തോട് നമ്മൾ സ്തുതിക്കണം. നമ്മൾ ആരുടെ മുമ്പിലാണ് നൃത്തം ചെയ്യുന്നത്? കർത്താവിൻ്റെ മുൻപിലാണ്. നമ്മൾ മറ്റാരെയും നോക്കുന്നില്ല, മറ്റൊരു മനുഷ്യനെയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകളെയോ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ കൂടെ ധ്യാനിക്കുന്നവരെ ആരെയും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ദൈവത്തിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ നൃത്തം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഈ മക്കളെ മൂടണമേ, അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുകയും അതോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ എന്ന്